ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽസ് ആൻഡ് പ്രീ പേയ്മെൻറ്റ്സ് ആണ്. 2 ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് അക്രൂവൽസ് ആൻഡ് പ്രീ പേയ്മെൻറ്റ്സ്. ഫസ്റ്റ് എന്താണ് ഈ വേർഡിൻ്റെ മീനിങ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അക്രൂവൽസ്. അക്രൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പീരീഡ്, ഓക്കെ, ഒരു പീരീഡിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? എക്സ്പെൻസ് ആൻഡ് ഇൻകം ഉണ്ടാവും അല്ലേ? ചിലപ്പോഴേ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യുള്ളൂ. ഓക്കെ, ഈ ക്യാഷിൻ്റെ വരവും പോക്കും നമ്മളിവിടെ നോക്കുന്നില്ല. എപ്പോഴാണോ എക്സ്പെൻസ് ഉണ്ടായത് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴാണോ ഇൻകം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും നമ്മൾ റെക്കോർഡ് ചെയ്യും. ആക്ച്വലി ക്യാഷ് കിട്ടിയോ അല്ലെങ്കിൽ ക്യാഷ് കയ്യിൽ നിന്ന് പോയോ എന്നുള്ളത് നോക്കില്ല. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ്. Income and expense are recognized in the period to which they relate. ഏത് പീരീഡിലാണ് നമ്മുടെ ആ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആ പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്യുക. അത് എപ്പോഴാണോ നടന്നത് അപ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക. നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് കയ്യിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ ക്യാഷ് കയ്യിലേക്ക് വരുമ്പോഴോ അല്ല ഇൻകവും എക്സ്പെൻസും റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് അക്രൂവൽസിൻ്റെ അർത്ഥം. ഇനി പ്രീ പേയ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. പ്രീ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. പേയ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? അതായത് പേയ്മെൻറ്റ്സ് നേരത്തെ ചെയ്തു. ഏൺഡ് ഓർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ഒന്നുകിൽ ഇൻകം നേരത്തെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെയ്ഡ്, നമ്മൾ എക്സ്പെൻസ് നേരത്തെ പേ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് പ്രീ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ അക്രൂവൽസും പ്രീ പേയ്മെൻറ്റ്സിൻ്റെയും ഇൻകം ആൻഡ് എക്സ്പെൻസ് വെച്ചിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഈ എക്സ്പെൻസ് സെക്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്സ്പെൻസിൽ തന്നെ അക്രൂഡ് എക്സ്പെൻസും ഉണ്ട്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്. ഫസ്റ്റ് അക്രൂഡ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. എക്സ്പെൻസ് ആക്ച്വലി ഈ മന്ത് ഉണ്ടായെന്ന് വിചാരിക്കുക. ഇത് ജാനുവരി ആണ്. സോ ഈ ജാനുവരിയിൽ നമുക്കൊരു എക്സ്പെൻസ് ഇൻകറായി. ഈ എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യുന്നത് പിന്നീട്. ഫോർ എക്സാമ്പിൾ ഫെബ്രുവരിയിലാണ് ഞാൻ പേ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, പെയ്ഡ്. ആക്ച്വലി നമുക്ക് എക്സ്പെൻസ് എപ്പോഴാണ് ഇൻകറായത്? ജാനുവരിയിൽ. ബട്ട് ഞാൻ പേ ചെയ്യുന്നത് ഫെബ്രുവരിയിൽ. നമ്മൾ പേയ്മെൻറ്റ് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എക്സ്പെൻസ് എപ്പോഴാണോ ഇൻകർ ആവുന്നത് ആ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. ഇവിടെ ജാനുവരിയിൽ നമുക്ക് എക്സ്പെൻസ് ഇൻകർ ആയാൽ നമ്മൾ ജാനുവരിയിൽ തന്നെ എന്ത് ചെയ്യണം? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. അതാണ് അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അങ്ങനത്തെ എക്സ്പെൻസിനെയാണ് അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് ഇൻകേർഡ്, എക്സ്പെൻസ് ഉണ്ടായി ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്, ഇതുവരെയും പേ ചെയ്തിട്ടില്ല. എക്സ്പെൻസ് ബിലോങ്സ് ടു കറണ്ട് പീരീഡ്, നമ്മുടെ എക്സ്പെൻസ് കറണ്ട് പീരീഡിൽ എന്നതായിരിക്കും? നമ്മുടെ ജാനുവരി. ക്യാഷ് വിൽ ബി പെയ്ഡ് ലാറ്റർ, ക്യാഷ് നമ്മൾ പിന്നെ ആയിരിക്കും പേ ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ ഫെബ്രുവരിയിൽ പേ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ. ഇനി ഇതൊരു എക്സാമ്പിൾ നോക്കാം. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഫോർ മാർച്ച് മാസത്തെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നത് $200 ആണ്. ഇത് നമ്മൾ പേ ചെയ്യുന്നത് ഏപ്രിലുമാണ്. ഇത് ഏത് മാസത്തെ എക്സ്പെൻസ് ആണ്? മാർച്ച് മാസത്തെ എക്സ്പെൻസ് ആണ്. സോ നമ്മൾ മാർച്ചിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ഏപ്രിലാണ് പേ ചെയ്തതെങ്കിലും നമ്മളപ്പോൾ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. ആ എക്സ്പെൻസ് ഏത് മാസമാണോ ഉണ്ടായത്, മാർച്ച് മാസം, ആ മാസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് കാണിക്കണം. എക്സ്പെൻസ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ മാർച്ച്. എങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുക? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡെബിറ്റ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്. നമുക്ക് ഈ മാസമല്ലേ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഉണ്ടായത്. സോ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കൂടി, എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. സോ ഡെബിറ്റ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് $200. ബട്ട് നമ്മളത് ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടോ? ഇല്ല, ക്യാഷ് പേ ചെയ്യുന്നില്ല അല്ലേ. സോ നമ്മൾ അവിടെ പേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ
പേയ്മെന്റ് ഇതുവരെയും നടത്താത്തത് കൊണ്ട് നമ്മളത് അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ പേയ്മെന്റ് ഇതുവരെയും ചെയ്തിട്ടില്ല, അക്രൂഡ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? എക്സ്പെൻസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. സോ അതെന്താണ്? ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് അക്രൂഡ് എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് അക്രൂഡ് എക്സ്പെൻസിന്. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഏപ്രിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളത് കൂടെ നോക്കാം. ഏപ്രിൽ ആവുമ്പോഴത്തേനും എന്ത് ചെയ്യും? നമ്മൾ ക്യാഷ് പേ ചെയ്യും, അല്ലേ? ക്യാഷ് കയ്യിൽ നിന്ന് പോവും. സോ ക്യാഷ് പോകുന്നത് കൊണ്ട്, ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് അക്രൂഡ് എക്സ്പെൻസ്, ഇവിടെ അത് എന്തായിരുന്നു? ഇവിടെ അത് ലയബിലിറ്റി ആയിരുന്നു. നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ ഈ 200 രൂപ നമ്മൾ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് എന്ത് ചെയ്യണം? കളയണം. സോ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത്. ക്രെഡിറ്റ് ചെയ്ത ഐറ്റം കളയാൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. സോ അക്രൂഡ് എക്സ്പെൻസ് ഡെബിറ്റ് $200. കാരണം എന്താണ്? നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. സോ ഇതാണ് അക്രൂഡ് എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. സോ അക്രൂഡ് എക്സ്പെൻസ് വന്നാൽ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് അക്രൂഡ് എക്സ്പെൻസ്. ഇനി നമുക്ക് പ്രീപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നോക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? അടുത്ത മാസത്തെ റെൻ്റാണെന്ന് വിചാരിക്കുക. ഫെബ്രുവരിയിലെ റെൻ്റ് ഞാൻ എന്ത് ചെയ്തു? ജാനുവരിയിൽ പേ ചെയ്തു. ആക്ച്വലി എൻ്റെ എക്സ്പെൻസ് വരുന്നത് എപ്പോഴാണ്? ഫെബ്രുവരിയിൽ. ബട്ട് ജാനുവരിയിൽ ഞാൻ പേ ചെയ്തു. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ക്യാഷ് പെയ്ഡ് നൗ, എക്സ്പെൻസ് റിലേറ്റ്സ് ടു ഫ്യൂച്ചർ. ഇത് തന്നെയാണ് എക്സാമ്പിള്. ജാനുവരിയിൽ നമ്മളൊരു $100 റെൻ്റ് പേ ചെയ്തു. എപ്പോഴ്? ജാനുവരിയിൽ. നമ്മൾ പേ ചെയ്തത് ഫെബ്രുവരിയിലെ റെൻ്റാണെന്ന് വിചാരിക്കുക. ഫെബ്രുവരിയിലെ റെൻ്റ് നമ്മൾ ജാനുവരിയിൽ പേ ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ വരുന്ന എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് റെൻ്റ്. നമ്മൾ ആക്ച്വലി നേരത്തെ റെൻ്റ് പേ ചെയ്തു. സോ അത് നമ്മളെ ഡെബിറ്റ് ചെയ്യും. എന്തിനാണ് ഡെബിറ്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീപെയ്ഡ് റെൻ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, കറണ്ട് അസറ്റാണ്. എങ്ങനെയാണ് ഈ പ്രീപെയ്ഡ് റെൻ്റ് അസറ്റ് ആവുന്നത്? അസറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒന്ന് പാസ്റ്റ് ഈവൻ, ഒരു പാസ്റ്റ് ഈവൻ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ക്യാഷ് പേ ചെയ്തു, അതാണ് നമ്മുടെ പാസ്റ്റ് ഈവൻ്റ്. അത് കാരണം അടുത്ത മാസം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ഉണ്ട്? ആ റെൻ്റ് ചെയ്യുന്ന സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ഉണ്ട്. സോ നമുക്ക് അതിന് മുകളിൽ ഒരു കൺട്രോൾ ഉണ്ട്. ആൻഡ് ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് ഓൾസോ ജനറേറ്റ് ആവുന്നുണ്ട്. അതായത് ആ ഒരു സ്പേസ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ നോർമൽ ബിസിനസ് ആക്ടിവിറ്റി നടത്താം. അതിലൂടെ നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് ജനറേറ്റ് ആവും. സോ ഈ 3 കാര്യങ്ങൾ ഈ പ്രീപെയ്ഡ് റെൻ്റ് കാരണം നടക്കുന്നുണ്ട്. സോ ഇത് നമുക്കൊരു അസറ്റ് ആണെന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ് ബിക്കോസ് 12 മന്ത്സിനുള്ളിൽ നമുക്ക് ഈ ബെനിഫിറ്റ് ജനറേറ്റ് ആവും. അതുകൊണ്ട് ഇവിടെ അടുത്ത മാസം ഫെബ്രുവരിയിൽ എന്തായി? ബെനിഫിറ്റ് ജനറേറ്റ് ആയി. സോ കറണ്ട് അസറ്റാണ്. സോ അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പ്രീപെയ്ഡ് റെൻ്റ് ഡെബിറ്റ് ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തില്ലേ? ഇവിടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി നമ്മൾ ഈ എക്സ്പെൻസ് ആക്ച്വലി റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഫെബ്രുവരിയിലാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു എക്സ്പെൻസ് വരുന്നത് ഫെബ്രുവരിയിലാണ്. ഏത് മാസമാണോ ആ എക്സ്പെൻസ് ഇൻകർ ആയത്, അതായത് എക്സ്പെൻസ് ഏത് മാസത്തേതാണോ ആ മാസം വേണം നമ്മൾ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ.
ക്യാഷ് നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞ് എക്സ്പെൻസ് നേരത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഫെബ്രുവരിയിലാണ് എക്സ്പെൻസ് ഉണ്ടായതെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. സോ ജേർണൽ എൻട്രി വരുന്നത് ഇവിടുത്തെ റെന്റ് എക്സ്പെൻസ് ഫെബ്രുവരിയിലാണ് ഇൻകർ ആയത്. സോ എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. നമ്മൾ എന്ത് ഡെബിറ്റ് ചെയ്തു? വി ഡെബിറ്റ് റെന്റ് എക്സ്പെൻസ് $100. ആൻഡ് നേരത്തെ ഇവിടെ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞത് ഒരു അസറ്റ് ആയിരുന്നു. നമ്മൾ പേയ്മെന്റ് നടത്തി. ഇനി അവിടെ ആ അസറ്റ് ഉണ്ടോ? നമുക്ക് ആ ഒരു കറണ്ട് അസറ്റ് ഉണ്ടോ? ഇല്ല. സോ നമുക്ക് ഈ പ്രീപെയ്ഡ് റെന്റ് എന്ത് ചെയ്യണം? $100 ഇവിടെ ഡെബിറ്റ് ചെയ്തത് നമുക്ക് കളയണം. അസറ്റ് കൂടിയിരിക്കുവാണ്, അത് നമുക്ക് കളയണം. ഇനി അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്ത സാധനം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യും. പ്രീപെയ്ഡ് റെന്റ് ക്രെഡിറ്റ് ചെയ്യും. പ്രീപെയ്ഡ് റെന്റ് എന്തായിരുന്നു? അസറ്റ് ആയിരുന്നു. അസറ്റ് കുറഞ്ഞത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഫെബ്രുവരിയിൽ വരുന്ന ജേർണൽ എൻട്രി. ഇനി നമുക്ക് ഇൻകത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇൻകത്തിലും എന്തുണ്ട്? അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഉണ്ട്. സോ ഫസ്റ്റ് അക്രൂഡ് ഇൻകം എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ആയി. ഓക്കെ, ഒരു ഇൻകം ജനറേറ്റ് ആയി, ബട്ട് ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇൻകം ജനറേറ്റ് ആയി, ക്യാഷ് കിട്ടിയിട്ടില്ല. ഇൻകം എപ്പോഴാണോ ജനറേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് കിട്ടുമ്പോൾ അല്ല. സോ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. സോ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം എന്ത് ചെയ്തു? ഏൺ ചെയ്തു, ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. ഇൻകം ബിലോങ്സ് ടു ദ കറന്റ് പീരീഡ് ആൻഡ് ക്യാഷ് വിൽ ബി പെയ്ഡ് ലേറ്റർ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇൻട്രസ്റ്റ് ഏൺഡ് $1,500 ഇൻ ജാനുവരി, റിസീവ്ഡ് നെക്സ്റ്റ് മന്ത്. അതായത് നമുക്കൊരു ഇൻട്രസ്റ്റ് ജാനുവരിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് $1,500. പക്ഷെ ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടിയത് അടുത്ത മാസം ഫെബ്രുവരിയിലാണെന്ന് വിചാരിക്കുക. സോ എങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ വരും? അതായത് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ ജാനിൽ റെക്കോർഡ് ചെയ്യണം അല്ലേ? എപ്പോഴാണോ ഇൻകം ജനറേറ്റ് ആവുന്നത് ആ മന്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ ജാനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം റെക്കോർഡ് ചെയ്യും. സോ വി ക്രെഡിറ്റ് ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബിക്കോസ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ നമ്മൾ അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലേ? എന്തിന്? കാരണം ഇത് നമ്മുടെ അസറ്റ് ആണില്ലേ? നമുക്ക് ഈ ക്യാഷ് 1,500 എന്ന് പറയുന്ന ക്യാഷ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. സോ ക്യാഷ് കിട്ടാനുണ്ട്, കിട്ടിയില്ല. അപ്പം നമുക്ക് അസറ്റാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്തു. അസറ്റ് കൂടി, കിട്ടാനുണ്ട്, കിട്ടാനുള്ളത് അസറ്റാണ്. അസറ്റ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മൾ ജാനുവരിയിൽ എഴുതുന്ന ജേർണൽ എൻട്രി. ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്തു? ഫെബ്രുവരിയിൽ വരുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അസറ്റ് കൂടും. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് 1,500 ഡെബിറ്റ് ചെയ്തു. നേരത്തെ നമ്മളിവിടെ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 1,500 അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫെബ്രുവരി ആയപ്പോൾ എന്ത് ചെയ്തു? കിട്ടി. ഇനി അവിടെ അങ്ങനെ ഒരു അസറ്റ് ഉണ്ടോ? ഇല്ല. സോ ഈ ഡെബിറ്റ് ചെയ്ത അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കളയണ്ടേ? അല്ലെങ്കിൽ 1,500 കുറയ്ക്കണ്ടേ? സോ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഫെബ്രുവരിയിൽ ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് 1,500. ഇവിടെ എന്താണ് സംഭവിച്ചത്? അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. സോ അക്രൂഡ് ഇൻകം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ആ മന്തിൽ ജനറേറ്റ് ആയ, അതായത് ആ മാസമുള്ള ഇൻകം ആ മാസത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. ആൻഡ് ക്യാഷ് കിട്ടിയിട്ടില്ല ഇതുവരെയും. ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. സോ കിട്ടാനുള്ളത് അസറ്റ്. സോ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റും ചെയ്ത് കാണിക്കും.
ഇനി നമുക്ക് പ്രീപെയ്ഡ് ഇൻകത്തിലോട്ട് പോവാം. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മന്ത് കിട്ടാനിരുന്ന ഇൻകം ഈ മാസത്തിലേ കിട്ടി. നമ്മൾ നേരത്തെ ഏൺ ചെയ്തു, ക്യാഷ് നേരത്തെ കയ്യിൽ കിട്ടി. അതാണ് പ്രീപെയ്ഡ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇൻകം ആക്ച്വലി എപ്പോഴാണ്? അടുത്ത മാസമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. കാരണം ഇൻകം അടുത്ത മാസത്തെ ആയിരുന്നല്ലോ. സോ ഏത് മാസത്തെ ആണോ ഇൻകം ആ മാസം തന്നെ റെക്കോർഡ് ചെയ്യുക, ക്യാഷ് എപ്പോൾ കിട്ടി എന്നുള്ളതല്ല. സോ പ്രീപെയ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ബിഫോർ ഏർണിംഗ് ഇൻകം ആൻഡ് ക്യാഷ് റിസീവ്ഡ് നൗ ഇൻകം റിലേറ്റ്സ് ടു ഫ്യൂച്ചർ പീരീഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. അഡ്വാൻസ് റെന്റ് റിസീവ്ഡ്, അതായത് നമ്മൾ ഏതോ ബിൽഡിംഗ് എന്തോ റെന്റിന് കൊടുത്തിരുന്നു. റെന്റിന് കൊടുക്കുമ്പോൾ നമുക്ക് റെന്റൽ ഇൻകം കിട്ടും. സോ അങ്ങനെ നമുക്ക് ആ ആൾ എന്ത് ചെയ്തു? അഡ്വാൻസ് പേയ്മെന്റ് നടത്തി $300. $300 അഡ്വാൻസ് പേയ്മെന്റ് നടത്തി. ആക്ച്വലി ഇത് ഏത് മാസത്തേതായിരുന്നു? ഫെബ്രുവരിയിലെ റെന്റ് ജാനുവരിയിൽ എനിക്ക് തന്നു. ഓക്കെ, സോ ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ക്യാഷ് വന്നു അല്ലേ? ക്യാഷ് വന്നു കഴിഞ്ഞാൽ അസറ്റ് കൂടും. അസറ്റ് കൂടുന്നത് കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡെബിറ്റ് ക്യാഷ്. ഇനി എന്ത് ക്രെഡിറ്റ് ചെയ്യും? അൺഏൺഡ് ഇൻകം. അതായത് നമുക്ക് ആ ഇൻകം ആക്ച്വലി ഇപ്പോൾ കിട്ടേണ്ടതാണോ? അല്ല, അടുത്ത മാസം കിട്ടേണ്ടിയിരുന്നത് ഈ മാസമേ കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ബിൽഡിങ് ആ ആൾക്ക് റെന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് അല്ലേ? നമ്മൾ റെന്റിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഒബ്ലിഗേഷൻ അവിടെ വരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ എന്തായിരുന്നു? അവിടെ ഒരു പാസ്റ്റ് ഈവന്റ് ഉണ്ടായിരിക്കും. പാസ്റ്റ് ഈവന്റ് ഇവിടെ ക്യാഷ് ഓൾറെഡി നമ്മുടെ കയ്യിലേക്ക് വന്നതാണ് നമ്മുടെ പാസ്റ്റ് ഈവന്റ്. അത് കാരണം നമുക്കൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. പ്രസന്റ് ഒബ്ലിഗേഷൻ അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആ ആൾക്ക് നമ്മൾ ആ ബിൽഡിങ് റെന്റിന് കൊടുക്കണം. നെക്സ്റ്റ് മന്തും സർവീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ സർവീസ് ഓർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? സോ അതൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഈവന്റ് കാരണം ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ അവിടെ ഉണ്ട്. അതുവഴി എന്തുണ്ട്? ഒരു ഫ്യൂച്ചർ നമ്മുടെ ഒരു ബെനിഫിറ്റ്, എക്കണോമിക് ബെനിഫിറ്റിന്റെ ഔട്ട്ഫ്ലോ ഓൾസോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എക്കണോമിക് ബെനിഫിറ്റ് അതായത് നമ്മൾ ആ ബിൽഡിങ് റെന്റിന് കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടുത്തെ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ ഒരു എക്കണോമിക് ബെനിഫിറ്റിന്റെ ഔട്ട്ഫ്ലോ ഉണ്ട് അല്ലേ? സോ ഈ 3 ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതെന്താണ്? ലയബിലിറ്റി ആണ്. എന്ത് ലയബിലിറ്റി ആണ്? ഇതൊരു കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, കാരണം ഇത് 12 മന്ത്സിനെക്കാളും കുറവാണ്. സോ 12 മന്ത്സിനെക്കാളും കുറവായതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതൊരു കറന്റ് ലയബിലിറ്റി ആണ് എന്നുള്ളത്. സോ ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ നമ്മളിവിടെ എന്ത് ചെയ്തു? അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജാനുവരിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻകം ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഫെബ്രുവരിയിൽ. കാരണം ഫെബ്രുവരിയിലെ റെന്റാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ ഫെബ്രുവരിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇൻകം റെക്കോർഡ് ചെയ്തു. ഇൻകം ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ റെന്റൽ ഇൻകം നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ആൻഡ് നേരത്തെ ഇവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു, അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു. ഇനി ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ഈ മാസം നമ്മൾ എന്ത് ചെയ്തു? ആൾക്ക് റെന്റിന് കൊടുത്തു. നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലയബിലിറ്റി ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ലയബിലിറ്റി എന്തായി പോയി? കുറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്ത ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഡെബിറ്റ് അൺഏൺഡ് ഇൻകം എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് $300 നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബിക്കോസ് ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത്? ഇങ്ങനത്തെ ഒരു ജേണൽ എൻട്രി വന്നത്.
സോ പ്രീപെയ്ഡ് ഇൻകം വന്നു കഴിഞ്ഞാൽ, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഏൺഡ് ഇൻകം ആണ്. നമ്മൾ ഇതുവരെയും റിസീവ് ചെയ്തില്ല. അതായത് ആക്ച്വലി നെക്സ്റ്റ് മന്തിലേക്കുള്ള അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും ജനറേറ്റ് ആവേണ്ടിയിരുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ഇൻകം ഇപ്പോൾ റിസീവായി. സോ അത് അൺഏൺഡ് ആണ്. സോ അൺഏൺഡ് ഇൻകം വരുന്ന സിറ്റുവേഷനിലെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റ് അൺഏൺഡ് ഇൻകം ആൻഡ് ക്രെഡിറ്റ് എന്താണോ അവിടെ ജനറേറ്റ് ആയ ഇൻകം, ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്. സോ നമ്മൾ അക്രൂവൽസും പ്രീപേയ്മെന്റ്സും നോക്കി. അക്രൂഡ് എക്സ്പെൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ അക്രൂഡ് എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്യണം. കാരണം അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇതുവരെ പേ ചെയ്തില്ല. സോ ഇത് ലയബിലിറ്റി ആണ്. സോ അതുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് നേരത്തെ പേ ചെയ്തിരില്ല. ഓക്കെ, എക്സ്പെൻസ് നേരത്തെ പേ ചെയ്യുക. സോ അതെന്താണ്, അത് നമുക്കൊരു അസറ്റാണ്. സോ അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു ആൻഡ് ക്രെഡിറ്റ് എക്സ്പെൻസ്. അടുത്തത് അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്തായി, ഇൻകം റിസീവബിൾ, അതായത് ഇൻകം ഈ മാസം നമ്മൾ റെക്കോർഡ് ചെയ്യണം, പക്ഷെ ക്യാഷ് കിട്ടിയിട്ടില്ല. ഓക്കെ, സോ അങ്ങനെയുള്ളതിനെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഡെബിറ്റ് അക്രൂഡ് ഇൻകം, നമ്മൾ അക്രൂഡ് ഇൻകം എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. കാരണം ഇതൊരു അസറ്റ് ആണ്. സോ അതുകൊണ്ട് അക്രൂഡ് ഇൻകം ഡെബിറ്റ്. ഇനി പ്രീപെയ്ഡ് ഇൻകം. പ്രീപെയ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തു, കിട്ടി അല്ലേ, ഇൻകം ഓൾറെഡി കിട്ടി. അൺഏൺഡ് ഇൻകം എന്ന് നമുക്ക് പറയാം, അൺഏൺഡ് ഇൻകം. സോ ഇൻകം നമുക്ക് നേരത്തെ ക്യാഷ് ആയിട്ട് കിട്ടി, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീരീഡ് ആയില്ല, അതായത് ഇൻകം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീരീഡ് ആയില്ല, ബട്ട് ക്യാഷ് ഓൾറെഡി നമ്മുടെ കയ്യിലേക്ക് കിട്ടി. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻകം ഡെബിറ്റ് ചെയ്യും ആൻഡ് പ്രീപെയ്ഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കാരണം നമുക്കതൊരു ലയബിലിറ്റി ആണ് പ്രീപെയ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് ഈ 4 ഐറ്റത്തിൻ്റെയും ജേർണൽ എൻട്രി വരുന്നത്. ഓക്കെ, സോ ഇതാണ് അക്രൂവൽസ് ആൻഡ് പ്രീപേയ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്കും കൂടെ ചെയ്യുക. ആൻഡ് ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സജസ്റ്റും കൂടെ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.